ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്കുപോര് മുറുകുക തന്നെയാണ്. മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത വിധം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാൻ സൈന്യവും നിലപാട് കടുപ്പിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. ആ മറുപടിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. വേഗത്തിലുള്ളതും ശക്തവുമായ തിരിച്ചടി നൽകാൻ ഇറാൻ സായുധ സേന സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി പറഞ്ഞു. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് അതേ നാണയത്തിലുള്ള ഇറാന്റെ മറുപടി. ഇറാനെതിരെ കര, കടൽ, ആകാശം എന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയുള്ള ആക്രമണത്തിനും ഉടനടി ശക്തമായി തന്നെ മറുപടി നൽകാൻ കാഞ്ചികളിൽ വിരലമർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ധീരരായ സായുധ സേന സജ്ജരായി കഴിഞ്ഞു എന്നാണ് അബ്ബാസ് അരഗചി ബുധനാഴ്ച വൈകുന്നേരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അബ്ബാസിന്റെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് അമേരിക്കയും. അതേസമയം ഇറാന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയാൽ മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം തന്നെ മാറുന്ന രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗൾഫ് മേഖലയിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധികൾക്കും വഴിവെക്കും. US ആക്രമണമുണ്ടായാൽ ഇറാന്റെ ഭാവി എന്താകുമെന്ന് സംബന്ധിച്ച് 5 പ്രധാന സാധ്യതകളാണ് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. ഭരണമാറ്റമോ അതോ അരാജകത്വമോ? അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന് കനത്ത ആഘാതമേറ്റാൽ ഭരണകൂടം തകർന്നേക്കാം. ഇത് ഒരു ജനാധിപത്യ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ലിബിയയിലും ഇറാഖിലും സംഭവിച്ചതുപോലെ രാജ്യം വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൂപ്പുകുത്താനാണ് സാധ്യതയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക അല്ലെങ്കിൽ എണ്ണവില കുതിക്കും. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാനായിരിക്കും ഇറാന്റെ ആദ്യ നീക്കം. കടലിടുക്കിൽ മൈനുകൾ വിരിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കും. തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്ന ചോദ്യവുമുണ്ട്. US ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടേക്കാം. കൂടാതെ മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായ സൗദി അറേബ്യയുടെയും മറ്റും എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾക്കും സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് യുദ്ധത്തെ തടുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സജീവമായി രംഗത്ത് വരുന്നത്. സൈനിക സ്വേച്ഛാധിപത്യം ഭരണകൂടത്തിന് ആഘാതമേറ്റാൽ സിവിലിയൻ ഭരണത്തിന് പകരം റവല്യൂഷണറി ഗാർഡ് നേരിട്ട് അധികാരം പിടിച്ചെടുക്കാനും ഇറാൻ ഒരു സമ്പൂർണ്ണ സൈനിക രാഷ്ട്രീയമായി മാറാനും സാധ്യതയുണ്ട്. വിട്ടുവീഴ്ചയുടെ പാത. ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ നിലനിൽപ്പിനായി ഇറാൻ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാനും ചർച്ചകൾക്ക് തയ്യാറാകാനും സാധ്യതയുണ്ടെങ്കിലും ഇറാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് കുറവാണെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും മിസൈൽ താവളങ്ങളെയും ഉന്നം വെച്ചുള്ള നീക്കങ്ങൾ അമേരിക്കൻ ആലോചനയുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും തങ്ങളുടെ വിരൽ കാഞ്ചിയിലാണെന്ന് ഇറാൻ സൈന്യം ആവർത്തിക്കുകയാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇപ്പോൾ ഗൾഫ് നാടുകൾ ഉള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.